വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. സ്വന്തം മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കും മന്ത്രി. വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ ദുരന്ത മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ടെലിമാനസിന്റെ സഹായത്തോടെ ആവശ്യമായ സേവനം നൽകാൻ നിർദ്ദേശം നൽകി. മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് 137 കൗൺസിലർമാരെ നിയോഗിച്ചിട്ടുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരുടെ തുടർ കൗൺസിലിംഗിനും അതേ കൗൺസിലറുടെ തന്നെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഭവന സന്ദർശനം നടത്തുന്ന സൈക്കോ സോഷ്യൽ ടീമിന്റെ ഫീൽഡ് തല സേവനം നടത്തുന്ന ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തണം. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ ജീവനക്കാർക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും മാനസിക പിന്തുണ ഉറപ്പാക്കുവാനും ഇടപെടലുകൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. DNA പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുന്നതിന് മുമ്പേ മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോളുകൾ നിർബന്ധമായും പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാന തെരച്ചിൽ മേഖലയിൽ പെട്ടെന്ന് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ആരോഗ്യ വകുപ്പ് 2 പുതിയ ക്ലിനിക്കുകൾ കൂടി ആരംഭിച്ചു. മുണ്ടക്കയിലും ചൂരൽമലയിലും ബെയിലി പാലത്തിനടുത്താണ് ക്ലിനിക്കുകൾ ആരംഭിച്ചത്. വിവിധ രോഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് ചികിത്സ ഉറപ്പാക്കി വരുന്നു. പാലിയേറ്റീവ് രോഗികൾക്ക് പ്രത്യേക പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട്. രോഗികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുമുണ്ട്. ക്യാമ്പുകളിലുള്ള ഗർഭിണികൾക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ഉറപ്പാക്കും. എല്ലാ ക്യാമ്പുകളിലും സ്വകാര്യത ഉറപ്പുവരുത്തുന്ന മുലയൂട്ടൽ കേന്ദ്രങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാനും തിരികെ കൊണ്ടുപോകാനുമായി 147 ആംബുലൻസുകൾ സജ്ജമാണ്. മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായി 115 ഫ്രീസറുകൾ അധികമായിട്ടുണ്ട്. 219 മൃതദേഹങ്ങളും 150 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കിട്ടിയത്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 366 പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തി. ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായി സേവനം അനുഷ്ഠിക്കണം. ക്യാമ്പുകളിൽ ജീവനക്കാർ മാസ്ക് ധരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കൂടുതൽ വിവരവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.